വെൽക്കം ടു PKPSC കോർണർ യൂട്യൂബ് ചാനൽ. സോ എക്സാംസിൻ്റെ ഒക്കെ ഒരു സീസൺ ആണല്ലേ, ഒരുപാട് എക്സാംസ് നടക്കുന്നുണ്ട്, പ്രിപ്പറേഷനൊക്കെ നല്ല രീതിയിൽ എല്ലാവരും മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഇങ്ങനെ എക്സാംസ് ഒക്കെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് മികച്ചൊരു റാങ്ക് മേടിച്ചൊരു വ്യക്തിയാണ് ഇന്ന് നമ്മളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ എത്തിയിരിക്കുന്നത്. മറ്റാരുമല്ല, യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എക്സാമിനേഷനിൽ 49ാം റാങ്ക് കരസ്ഥമാക്കിയ ഗോകുലാണ്. സോ ലെറ്റ്സ് വെൽക്കം ഗോകുൽ. ആ ഒരു ഫെയിലിയറാണ് നമ്മുടെ ഒരു ട്രാക്ക് മാറ്റാൻ നമ്മളെ പ്രേരിപ്പിച്ചത്. നമ്മുടെ പഠനത്തിൽ എന്ത് പോരായ്മകളാണെന്ന് ഒരു സെൽഫ് ഇവാലുവേഷൻ നടത്തി നമ്മൾ ഇവിടെ വരെ എത്തിയത്. പ്രിലിമിനറി പാസ്സാവാൻ വേണ്ടി ഞാൻ ഒരിക്കലും പഠിച്ചത്, ഞാൻ എപ്പോഴും മെയിൻസിനെ ഫോക്കസ് ചെയ്തിട്ടാണ് പഠിച്ചിരുന്നത്. PSC ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം മാക്സിമം ഫോക്കസ് ചെയ്യേണ്ട ആദ്യത്തെ ഒരു കീ ഏരിയ എന്ന് പറയുന്നത് മാത്സും ഇംഗ്ലീഷും മലയാളമാണ്. ചില ഏരിയയൊക്കെ ആണെങ്കിൽ ഞാൻ തൊട്ട് പോലും നോക്കിയിട്ടില്ല, ചുമ്മാ റാങ്ക് ലിസ്റ്റിൽ വന്നിട്ട് ഒരു കാര്യം. ഇവിടെ ചേട്ടൻ പറയുന്ന കാര്യം സ്പൂൺ ഫീഡിങ് ഇല്ല, നമ്മൾ തന്നെ ഒരു എഫേർട്ട് ആണ്. ആ ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുന്നതിലാണ് നമ്മുടെ വില. തുറന്നു നോക്കിയിട്ടില്ല, സമയമാകുമ്പോൾ അതൊക്കെ നടന്നു പോകുന്നു. PKPSC Corner. Craft your future. സോ ലെറ്റ്സ് വെൽക്കം ഗോകുൽ. ഗോകുൽ, കൺഗ്രാറ്റുലേഷൻസ്. വലിയൊരു അച്ചീവ്മെന്റ് ആണ് 49ാമത്തെ റാങ്ക് എന്ന് പറയുമ്പോൾ മികച്ചൊരു നേട്ടമാണ്. എന്ത് തോന്നി ഇത്രയും ഒരു നല്ലൊരു റാങ്ക് കിട്ടിയപ്പോൾ? വളരെ സന്തോഷമുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് നാളത്തെ എഫേർട്ടും കാര്യങ്ങളുമാണ് ഇവിടെ വരെ എത്തിച്ചേർന്നത്. ഇപ്പോൾ കൂടുതൽ അതിനെക്കുറിച്ച് നമുക്ക് ചോദിക്കാം. അതിന് മുന്നായിട്ട് കൂടുതലൊന്ന് പരിചയപ്പെടാം അല്ലേ? അപ്പോൾ വീട് എവിടെയാണ്, വീട്ടിൽ ആരൊക്കെയുണ്ട്? എൻ്റെ സ്ഥലം എന്ന് പറയുന്നത് താരക്കരയ്ക്ക് അടുത്ത് കുളക്കട എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. വീട്ടിൽ അച്ഛനമ്മ, ഞാൻ മാത്രം ഒറ്റ മകനാണ്. എല്ലാവർക്കും സന്തോഷമായിട്ടുണ്ടാവും വീട്ടിൽ? ഒരുപാട് സന്തോഷമായിട്ട്, ഒരുപാട് സന്തോഷം. അപ്പോൾ ഇതിന് പിന്നിലൊരു ലോങ് ജേർണി ഉണ്ട്. ഏത് സമയത്താണ് പ്രിപ്പറേഷൻസ് ആരംഭിക്കുന്നത്? ഞാൻ സീരിയസ് ആയിട്ട് എടുക്കുന്നത് പറഞ്ഞ ഒരു 2021 ആ സമയത്തേക്കാണ്. നമ്മുടെ കോവിഡ് ഒക്കെ വന്ന സമയത്താണ് തുടങ്ങുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2017 ഡിഗ്രി പാസ് ഔട്ട് ആയ ശേഷമാണ്. അതിന് മുമ്പുള്ള യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആണ് നോക്കിയത്. കൊല്ലത്തൊരു ഓഫ്ലൈൻ സെന്ററിൽ ഞാൻ ആദ്യമായിട്ട് പോകുന്നത്. അങ്ങനെയാണ് പ്രിപ്പറേഷൻസ്. വീണ്ടും കാര്യമായിട്ട് സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്യുന്ന എക്സാം ഏതായിരുന്നു? ആദ്യം സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ആ 10th പ്രിലിമിനറിയുടെ ഒരു ഫെയിലിയറാണ്. പക്ഷേ അത് പ്രിലിമിനറി പോലും കടന്നില്ല. അപ്പോൾ ആ ഒരു ഫെയിലിയറാണ് നമ്മുടെ ഒരു ട്രാക്ക് മാറ്റാൻ നമ്മളെ പ്രേരിപ്പിച്ചതും നമ്മുടെ പഠനത്തിൽ എന്ത് പോരായ്മകളാണെന്ന് ഒരു സെൽഫ് ഇവാലുവേഷൻ നടത്തി നമ്മൾ ഇവിടെ വരെ എത്തിയത്. അപ്പം അത്യാവശ്യം ഒരുപാട് പേരെ എടുത്തിട്ടുള്ള എക്സാം ആയിരുന്നു പോലും. എൻ്റെ പ്രിലിമിനറി പോലും ഞാൻ പാസ്സായി. അപ്പോൾ അതാണ് നമ്മുടെ ഒരു അപ്രോച്ചിൽ ഒരു ഷിഫ്റ്റ് വേണം എന്നുള്ളൊരു തോന്നലുണ്ടായത്. അപ്പം അങ്ങനെയാണ് ഞാൻ കുറച്ച് ട്രാക്ക് മാറ്റി പിടിച്ചത്. അപ്പം അത് അവസാനം നമുക്കറിയാതെ ഇതാണ് നമുക്ക് വേണം എന്നുള്ളൊരു ലക്ഷ്യം ഉണ്ടായിരുന്നു. അതിലേക്ക് ഞാൻ മാറിയതാണ്. സോ നമുക്ക് ഒരുപാട് കമന്റ്സ് വരുന്നുണ്ട്, ഡൗട്ടുകളായിട്ട് ഒരുപാട് കമന്റ്സ് വരുന്നുണ്ട്. എല്ലാവർക്കും അറിയാൻ ആഗ്രഹമുണ്ട് റാങ്ക് ഹോൾഡറിന്റെ ഏതൊക്കെ റെഫറൻസ് മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്തത് എന്നുള്ളത്. ഗൂഗിൾ പ്രധാനമായിട്ടും റെഫർ ചെയ്തിരുന്ന മെറ്റീരിയൽസ്, സോഴ്സസ് ഒക്കെ എവിടെ നിന്നായിരുന്നു, ഏത് രീതിയിലായിരുന്നു? ഞാൻ മോസ്റ്റ്ലി യൂസ് ചെയ്തിരുന്നത് ടെലഗ്രാമാണ്. ടെലഗ്രാമും പിന്നെ മെയിനായിട്ടുള്ള ടെക്സ്റ്റ് ബുക്സ്, അതിൻ്റെ ഒറിജിനൽ ടെക്സ്റ്റ് ബുക്സും അങ്ങനത്തെയൊക്കെയാണ് മെയിനായിട്ട് റെഫറൻസ് ആയിട്ട് വരുന്നത്. അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ, ലക്ഷ്മികാന്ത്, SCRTയുടെ മെയിനായിട്ടുള്ള ഭാഗങ്ങളും, അതായത് നമ്മുടെ ജോഗ്രഫി, എക്കണോമിക്സ്, നമ്മുടെ 12th ടെക്സ്റ്റ് ബുക്ക്, പിന്നെ സ്പെക്ട്രത്തിൻ്റെ ഹിസ്റ്ററി, പിന്നെ കേരള ഹിസ്റ്ററിക്ക് വേണ്ടി ശ്രീധരമേനോൻ്റെ കേരള ചരിത്രം പുസ്തകം, അതാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. ഇംഗ്ലീഷ്, മലയാളം ഇങ്ങനെയുള്ള സബ്ജക്ട്സ് ഒക്കെ പ്രയോറിറ്റി അതിലാണ് മെയിൻ ഇമ്പോർട്ടൻസ് വരുന്നത്. അപ്പം പലർക്കും പറ്റുന്ന ഒരു മിസ്റ്റേക്കാണ്. അതിലെത്ര മാത്രം ബാക്കിയെല്ലാം പഠിച്ചിട്ട് മാത്സും ഇംഗ്ലീഷിലും മലയാളത്തിലും ഒരുപാട് അത്ര ഫോക്കസ് കൊടുക്കല്ല. എന്നെ സംബന്ധിച്ചോളം മലയാളം ഭയങ്കര വീക്കാണ്. മലയാളം ഇതിന് മുമ്പ് എഴുതുന്ന പരീക്ഷയ്ക്കൊക്കെ ആയിരുന്നെങ്കിൽ നെഗറ്റീവ് 10 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അതിൽ കൂടുതൽ നെഗറ്റീവ് ആയിരിക്കും. 1 മാർക്ക് പോലും ചിലപ്പം കിട്ടണമെന്നില്ലായിരുന്നു. പിന്നെ അത് കുറച്ച് വന്ന് അതിന് ഞാൻ മെയിൻലി യൂസ് ചെയ്തിരുന്നത് ഫസ്റ്റ് ബെൽ മലയാളം എന്ന് പറഞ്ഞ ടെലഗ്രാം ചാനൽ. PSC ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം മാക്സിമം ഫോക്കസ് ചെയ്യേണ്ട ആദ്യത്തെ ഒരു കീ ഏരിയ എന്ന് പറയുന്നത് മാത്സും ഇംഗ്ലീഷും മലയാളമാണ്. ഇപ്പം സാധാരണ എല്ലാവരും ചെയ്യുന്നത് പ്രിലിമിനറി പാസ്സാവണം. പക്ഷെ എല്ലാവർക്കും പറ്റുന്ന മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലക്ഷ്യം എപ്പോഴും ജോലിയാണ്. ആ ജോലിയിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ മെയിൻസ് പാസ്സാവും. മെയിൻസിൽ അത്യാവശ്യം നല്ല റാങ്ക് വാങ്ങണം. ചുമ്മാ റാങ്ക് ലിസ്റ്റിൽ വന്നിട്ട് ഒരു കാര്യമില്ല, ആ ഉയർന്ന റാങ്ക് വേണം. അപ്പോൾ അതിലേക്ക് ഫോക്കസ് ചെയ്ത് നമ്മൾ പ്രത്യേകം ആദ്യമേ പഠിക്കണം. അപ്പോൾ പ്രിലിമിനറി പാസ്സാവാൻ വേണ്ടി ഞാൻ ഒരിക്കലും പഠിച്ചത്, ഞാൻ എപ്പോഴും മെയിൻസിനെ ഫോക്കസ് ചെയ്തിട്ടാണ് പഠിച്ചിരുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ഇൻഡെപ്റ്റ് ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്ത കാര്യങ്ങൾ പഠിച്ചു. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് നേട്ടത്തിലോട്ട് വരുമ്പോൾ സ്പെഷ്യൽ ടോപ്പിക്കിന് അത്രയധികം റിലവൻസ് ഉണ്ട്. 15 to 16 മാർക്സിന് നമുക്ക് സ്പെഷ്യൽ ടോപ്പിക് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ സ്പെഷ്യൽ ടോപ്പിക് എങ്ങനെയാണ് പഠിച്ചത്? അതിന്റെ അപ്രോച്ച് എങ്ങനെയായിരുന്നു? അപ്രോച്ച് ഞാൻ മെയിനായിട്ട് എൻ്റെ ഈ സ്പെഷ്യൽ ടോപ്പിക്കിലുള്ള മെയിനായിട്ടുള്ള ആക്ടിങ് കാര്യങ്ങളും അതിൻ്റെ ഒറിജിനൽ എടുത്ത് തന്നെയാണ് പഠിച്ചത്. പിന്നെ ചേട്ടൻ്റെ ക്ലാസ്, PK ചേട്ടൻ്റെ ക്ലാസ് ഞാനത് റെഗുലറായിട്ട് കാണാറുണ്ടായിരുന്നു. രാവിലെ എഴുന്നേറ്റ് ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഞാൻ
രാവിലെ 2-3 അലാറൊക്കെ വെച്ച് എന്നിട്ടാണ് 5 മണിക്ക് ചെയ്യുന്നത്. ഞാൻ ആദ്യം പറഞ്ഞത് രാവിലെ എണീക്കാത്ത ഒരാളാണ്. അപ്പം അത് ക്ലാസ് കേൾക്കാൻ വേണ്ടി രാവിലെ കുറച്ച് നേരത്തെ ഒരു 2-3 അലാറൊക്കെ വെച്ച് ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എണ്ണീറ്റൊക്കെ വന്ന് ഇത് കേൾക്കുന്നത്. കാര്യം ലൈവായിട്ട് നമ്മളൊരു ഇൻട്രാക്ഷനൊക്കെ വരുന്നത് കേൾക്കുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ചുകൂടെ നമ്മൾ പഠിക്കും. അപ്പം ആ ഒരു നമുക്ക് വേണേൽ റെക്കോർഡ് കേൾക്കാം, പക്ഷെ ആ റെക്കോർഡ് കേൾക്കുന്നതിനും ലൈവായിട്ട് കേൾക്കുന്നതും തമ്മിൽ അത്യാവശ്യം ഡിഫറൻസ് ഉണ്ട്. സോ ഒരുപാട് പേര് PKPSC കോർണർ എന്നുള്ള പ്ലാറ്റ്ഫോമിനെ കുറിച്ച് പറയുന്നുണ്ട്. PKPSC കോർണറിനെ ഗൂഗിളിനെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്ത ഫാക്ടർ എന്താണ്? ഒന്നെന്ന് പറയുന്നത് ഇവിടെ ചേട്ടൻ പറയുന്ന കാര്യം സ്പൂൺ ഫീഡിങ് ഇല്ല. നമ്മൾ തന്നെ ഒരു എഫേർട്ടാണ്, നമ്മുടെ ഒരു എഫേർട്ടാണ് നമ്മുടെ റാങ്കിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പം ചേട്ടൻ ഇപ്പോൾ എന്ത് പറഞ്ഞു തന്നാലും പക്ഷെ നമ്മളത് എങ്ങനെ ഉൾക്കൊള്ളുന്നു, നമ്മളത് എന്ത് പഠിക്കുന്നു, അതെന്ത് റിവിഷൻ ചെയ്യുന്നു, അതിലാണ് നമ്മുടെ മെയിനായിട്ട്. നമുക്ക് നോട്ടും കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിലും നമ്മളത് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നുള്ള കാര്യത്തിലാണ്. ചേട്ടൻ അത് ചെറിയൊരു ഹെൽപ്പ് മാത്രമല്ല, നമ്മളാണ് അതിൻ്റെ മെയിനായിട്ടുള്ള ചെയ്യണത്. അപ്പം ആ ഒരു ഹെൽപ്പ് ചേട്ടൻ്റെ ഭാഗത്ത് നിന്ന് എപ്പോഴും ഉണ്ട്. അത് ഫ്രീ ആയിട്ട് ചേട്ടൻ ചെയ്തു തരുന്നുണ്ട്. നേരിട്ട് കോൺടാക്ട് ചേട്ടനെ വിളിക്കാറുണ്ട്, മെസ്സേജ് ചെയ്യാറൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഇത് അത്യാവശ്യം ലോങ് ആയിട്ടുള്ള ഒരു ജേർണി ആയിരുന്നു മനസ്സിലാക്കുന്നത്. നമ്മളെപ്പോഴും പലപ്പോഴും തളർന്നു പോകും. പിന്നെ അത് സ്വാഭാവികമാണ്. ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ഒരു ബന്ധു ആണെങ്കിൽ നമ്മളവരിയെ കണ്ടു. അപ്പം പുള്ളിക്കാരൻ ചോദിച്ചു, ഇപ്പം PSCക്ക് പഠിച്ചുകൊണ്ടിരിക്കുക, ഇപ്പം എന്ത് ചെയ്യുക, PSCക്ക് പഠിച്ചുകൊണ്ടിരിക്കുക. ഒരു കൊല്ലം കഴിഞ്ഞ് വീണ്ടും ചോദിച്ചു, അപ്പോഴും PSCക്ക് പഠിച്ചു, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുമാതിരി പുച്ഛം എന്നുള്ള ആ ഒരു കമൻ്റാണ്. ഞാൻ പിന്നെ അതിനത്ര അതിൻ്റെ ഒരു ഇതിലങ്ങ് എടുത്ത് കളഞ്ഞതേ ഉള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഡീമോട്ടിവേറ്റ് ആയിപ്പോയി. ഇങ്ങനെയുള്ള നമ്മൾ കോമൻസും കാര്യങ്ങളൊക്കെ നമ്മൾ നേരിടും. ഒരു PSC ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായിട്ട് നേരിടുന്ന ഒരു കാര്യമാണ്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ അതിൽ ഡീമോട്ടിവേറ്റ് ആവാതിരിക്കുകയാണ് മെയിനായിട്ടുള്ളൊരു ഫോക്കസ് ചെയ്യുക. കൂടെ പഠിച്ചവരെ വെച്ച് കമ്പയർ ചെയ്യാം. കൂടെ പഠിച്ചവരൊക്കെ ജോലി കിട്ടി, ചിലരുടെ കല്യാണം കഴിച്ചു, കുട്ടികളായി. നമ്മളിപ്പോഴും PSC പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് അത് ഓവർകം ചെയ്യുന്നത്? സ്ട്രെങ്ത് എങ്ങനെയാണ് കിട്ടുന്നത്? ഫാമിലിയാണ്. ഇപ്പം ഇതിപ്പം വേറെ എക്സ്ട്രാ പ്രശ്നം. ഇപ്പം ഞാനിപ്പം എക്സാം ക്രാക്ക് ചെയ്തില്ല, അപ്പം 10th പ്രിലിമിനറി പാസ്സായില്ല. അപ്പോഴും ഒന്നും വീട്ടിൽ ചോദിച്ചിട്ടില്ല. ഇപ്പം നീ ഇത് തന്നെ സ്വയം ഒരു കോൺഫിഡൻസ് ഉണ്ട്, ഞാൻ ഇതാണ് ചെയ്യുന്നതെന്നുള്ള ആ ഒരു കോൺഫിഡൻസിൽ അവരും ഇത് തന്നെ ബാക്ക് ചെയ്തതുകൊണ്ട് പിന്നെ അത്ര വലിയ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. ഇനി PSC ആസ്പിറൻസിനെ കുറിച്ച് അല്ലെങ്കിൽ PSC കിട്ടിയ ഒരാളെ കുറിച്ച് പൊതുവേ ഒരു ടോക്ക് എന്ന് പറഞ്ഞാൽ, ഒരു എക്സാം ക്രാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ PSC ഒരു എക്സാം ക്രാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാം തന്നെ കിട്ടിക്കോളും എന്നുള്ളൊരു ടോക്ക് ഉണ്ട്. എന്താണ് ഗൂഗിളിന് തോന്നുന്നത്? ഞാനത് ഒരിക്കലും പറയില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് 895 റാങ്ക്, KIT 15ാമത്തെ റാങ്ക്. അതെല്ലാം ആദ്യത്തെ ഡിഗ്രി മെയിൻസ് പരീക്ഷയുടെ കൂടെ നടന്ന പരീക്ഷ. അത് രണ്ടാമത്തെ ഡിഗ്രി മെയിൻസിലെ കമ്പനി ബോർഡിൽ ഒന്നിലുമില്ല, മെയിൻസ് ഒന്നും ക്രാക്കില്ല. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ നടന്ന എക്സാമാണ്. അപ്പം അന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സെൽഫ് വാലിറ്റി എന്തുകൊണ്ട് അത് പറ്റിയില്ല, ക്രാക്ക് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ എക്സാം കഴിഞ്ഞപ്പോഴേ അറിയാമായിരുന്നു എവിടെ എന്തോ ഒരു തകരാറ് സംഭവിച്ചിട്ടുണ്ടെന്നുള്ളത് മനസ്സിലായി. അപ്പോൾ ഞാൻ സെൽഫ് വാലിറ്റി അപ്പോൾ എന്ന് പറഞ്ഞാൽ റിവിഷനിൽ വന്ന ഒരു കുറവാണ്. അപ്പോൾ അതിന് മേക്കപ്പ് ചെയ്യാൻ വേണ്ടി നെക്സ്റ്റ് എക്സാം വന്നപ്പോഴത്തേക്ക് ഞാനൊരു 1 മാസത്തോളം റിവിഷന് വേണ്ടി മാറ്റി വെച്ചിരുന്നു, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന് വേണ്ടി. ആ ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുന്നതിലാണ് നമ്മുടെ മെയിൻ. അപ്പോൾ അതാണ് ഏറ്റവും വലിയ PSCയിൽ പലർക്കും ഉണ്ടാകുന്ന ഒരു പാളിച്ചയെന്ന് പറയുന്നത്. ആ കൺസിസ്റ്റന്റ് ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല എന്നുള്ള അതാണ് ഒരു മെയിൻ ആയിട്ടുള്ള ഫാക്ടർ. അപ്പോൾ ഗൂഗിളിന്റെ അപ്രോച്ച് ഡെയിലി ഇത്ര മണിക്കൂർ പഠിക്കും അങ്ങനെ ഒരു ഇതില്ല, ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ടൈം ലൈൻ എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടില്ല. അപ്പം ഞാൻ കിട്ടുന്ന ടൈം നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യും, അതാണ്. അപ്പോൾ അതിപ്പോൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ പോലും കയ്യിൽ ഒരു ഇടത്തെ കൈ ഫ്രീ ആണെങ്കിൽ കയ്യിൽ ഫോണിൽ എന്തെങ്കിലും പോളോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം മാക്സിമം നമ്മളെ ടൈം എങ്ങനെ മാക്സിമം ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ അതിന് നമുക്ക് റിസോഴ്സസിന് കുറവൊന്നുമില്ല. അപ്പം നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാം. അപ്പം ചില ഏരിയയൊക്കെ ആണെങ്കിൽ ഞാൻ തൊട്ട് പോലും നോക്കിയിട്ടില്ല. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എക്സാമിന് അതിനല്ല തന്നെ ഇപ്പം മെയിൻസിന് ഫിസിക്സ് കെമിസ്ട്രി തുറന്നു നോക്കിയിട്ടില്ല. പിന്നെ ഇതിന്റെ പ്രിലിമിനറി ഗ്രാജുവേഷൻ ഫിസിക്സ് ആണ്. അപ്പൊ അതിൽ അറിയാവുന്നതാണെങ്കിൽ ഞാൻ അറ്റൻഡ് ചെയ്യും. എന്തെങ്കിലും ഡൗട്ടുള്ളൊക്കെ ആണെങ്കിൽ അപ്പോഴേ സ്കിപ്പ് അടിച്ച് കളയുന്നത്. അപ്പൊ അതാണ് മെയിനായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റേജ് കൊടുത്ത് കറക്റ്റ് ആയിട്ട് നമ്മളിപ്പം ഹിസ്റ്ററി ഒക്കെ ആണെങ്കിൽ ഞാൻ ഒരു ടോപ്പിക് ഇപ്പം ട്രാവൻകൂർ ഹിസ്റ്ററി ഞാനത് 1 കൊല്ലമൊക്കെ എടുത്താണ് സബ്ജക്റ്റ് ചെയ്യുന്നത്. അപ്പം ചിലപ്പം ഒരു മാസം ഏതെങ്കിലും 2 രാജാക്കന്മാരുടെ അവരുടെ കാര്യങ്ങളെല്ലാം പഠിക്കും. അതിൻ്റെ ബാക്കി പഠിക്കുന്നത് ചിലപ്പോൾ 1 മാസം അല്ല 2 മാസം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും പഠിക്കുന്നത്. അപ്പോൾ അതിന് ബാക്കി സമയം കൊണ്ട് നമുക്ക് കുറച്ചുകൂടെ പഠിച്ചെടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ നോക്കിയാണ് കൊണ്ടുവരുന്നത്. 49ാമത്തെ റാങ്ക് കിട്ടണമെങ്കിൽ അത്യാവശ്യം മെമ്മറി ഒക്കെ അത്യാവശ്യമുള്ള ആളായിരിക്കും. അത്രയ്ക്ക് മെമ്മറി ഒന്നുമില്ല, എന്നാലും അത്യാവശ്യം നല്ല മെമ്മറി. എന്താണ് സീക്രട്ട്? എങ്ങനെയാണ് ഇത് ഓർത്ത് വയ്ക്കുന്നത്? ഓർത്ത് വയ്ക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് കോൺസ്റ്റന്റ് ആയിട്ട് നമ്മൾ റിവിഷൻ ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ളത്. അപ്പോൾ റിവിഷനിലൂടെയാണ് നമ്മൾ ഓർത്തിരിക്കുന്നത്. ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക. ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുന്ന ഒരു കീ ഫാക്ടർ. ഇപ്പം എന്നെ സംബന്ധിച്ചോളം നമ്മുടെ ഈ PSC പുതിയ പാറ്റേണൊക്കെ വന്നപ്പോഴത്തേക്ക് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് പലർക്കും ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് പറയുന്ന ഒരു കാര്യമാണ്. അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞാൽ ഏതൊരു ടോപ്പിക്ക് പഠിച്ചാലും
ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കും ക്വസ്റ്റ്യൻസ്. നമുക്ക് ഫ്രീ ആയിട്ട് ഓൺലൈനിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻസ് മാക്സിമം വർക്കൗട്ട് ചെയ്യും. ആ വർക്കൗട്ട് ചെയ്യുന്നതിലൂടെ നമ്മൾ ചിലപ്പോൾ പഠിച്ചതിൽ ചിലപ്പം എക്സ്ട്രാ പോയിന്റ്സ് നമുക്ക് കിട്ടും. നമ്മൾ ചിലപ്പം പഠിച്ച സംഭവം നമ്മൾ ആ ഒരു രീതിയിൽ ആ ചോദ്യം ചോദിക്കുന്ന രീതിയിൽ നമ്മളതിനെ അപ്രോച്ച് ചെയ്ത് കാണാൻ വഴിയില്ല. അപ്പം ആ ഒരു പുതിയൊരു ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തതിലൂടെ നമുക്ക് കുറച്ചുകൂടെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ കുറച്ചുകൂടെ ഒരു ഊന്നൽ നൽകി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ ഇയറൊക്കെ ഓർത്തിരിക്കുന്ന ഞാൻ കണക്ട് ചെയ്യുന്ന ഇയറൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഞാൻ ചിലപ്പോഴൊക്കെ എന്തെങ്കിലും കോഡൊക്കെ വെച്ച് എഴുതിയൊക്കെ നോക്കാറുണ്ട്. അപ്പോൾ എക്സാമിനൊക്കെ വരുമ്പോഴത്തേക്ക് ആ ഒരു എഴുതിയൊക്കെ നോക്കും, സൈഡിലോട്ട് ഞാൻ ഇവിടെയൊക്കെ എഴുതിയൊക്കെ നോക്കുമായിരുന്നു. ഗോകുൽ അത്യാവശ്യം കൂളായിട്ടുള്ള ഒരുപാട് സംസാരിക്കുന്ന ഇന്നസെന്റ് ആയിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് എക്സാമിന് വലിയ ടെൻഷനൊന്നും ഇല്ലാന്ന് തോന്നുന്നു. അങ്ങനെ തന്നെയായിരുന്നോ? എക്സാംസ് വരുമ്പോൾ ടെൻഷനുള്ള ആളാണോ? അത്ര വലിയ ടെൻഷനൊന്നുമില്ല. നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമുക്കറിയാം, നമ്മൾ എന്ത് പഠിച്ചു എന്നുള്ളത് നമുക്കൊരു സെൽഫായിട്ടുള്ള നമുക്കറിയാം. അപ്പോൾ അതിൽ നിന്നാണ് നമ്മൾ കൂടുതലായിട്ട് മുന്നോട്ട് പോകുന്നത്. ലാസ്റ്റ് ഡേയ്സ് ഓഫ് പ്രിപ്പറേഷന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കും. അത് ഉണ്ടാണ്, അതൊരു മെയിനായിട്ട്. അപ്പം ലാസ്റ്റ് ഒരു എക്സാമിന് വരുന്ന മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് റിവിഷനിൽ നമ്മൾ എത്രത്തോളം നമ്മൾ ഫോക്കസ്, നമ്മൾ പഠിച്ചതിന് ശേഷം റിവിഷനിലേക്ക് എത്രമാത്രം നമ്മൾ ഫോക്കസ് കൊടുക്കുന്നു, അത് നമ്മളെ റാങ്ക് ലിസ്റ്റിൽ മുകളിലേക്ക് എത്താൻ സാധിക്കും. കണ്ടിന്യൂസ് സ്ട്രെച്ച് ചെയ്ത് പഠിക്കുന്ന ടൈപ്പാണോ? ഇടയ്ക്ക് ബ്രേക്സ്? ഇടയ്ക്ക് ബ്രേക്ക് എടുക്കാറുണ്ട്. അല്ലെ ഇടവേള അത് അനിവാര്യമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം ചിലപ്പോൾ എനിക്കൊക്കെ ആണെങ്കിൽ ഒരുപാട് ഇങ്ങനെ ഒരു മൊണോട്ടോസ് ആയിട്ടുള്ള ഫീലിംഗ് വരും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ഞാൻ ചിലപ്പം 2 ദിവസത്തേക്ക് ഫുള്ളി അങ്ങ് നിർത്തി വെക്കും. പഠിത്തവേ നിർത്തി വെച്ചിട്ട് വേറെ എന്തെങ്കിലും കാര്യത്തിൽ നമുക്ക് എൻഗേജിങ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യത്തിലൊക്കെ ഇടവേളകൾ ആനന്ദകരമാക്കാൻ ചിലപ്പം ഫ്രണ്ട്സിൻ്റെ കൂടെ എവിടെയെങ്കിലൊക്കെ ട്രിപ്പ് പോകും, ഫോക്കസ് ബ്രേക്ക് എടുത്തുകൊണ്ട് പഠിക്കുകയാണ്. അപ്പം നമുക്കിപ്പം ഫുള്ളി ഇപ്പം ഏത് നേരവും പഠിക്കണമെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞില്ല. അപ്പം ചിലർക്ക് വേണമെങ്കിൽ അത് പറ്റുമായിരിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നമ്മുടെ ബ്രെയിൻ ഫുൾ ഔട്ട് ആവും. നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുമ്പോഴാണ് ഇങ്ങനെ മികച്ചൊരു അച്ചീവ്മെന്റ് ഉണ്ടാവുന്നത്. സ്വാഭാവികമായിട്ടും ഗോകുലിന്റെ ഹാർഡ് വർക്കും കൺസിസ്റ്റൻസിയും ഒക്കെ തന്നെയാണ്. അപ്പം അതിന്റെ കൂടെ എടുത്തു പറയണം അല്ലെങ്കിൽ ഡെഡിക്കേറ്റ് ചെയ്യണം എന്ന് തോന്നിയിട്ടുള്ള വ്യക്തികളുടെ പേര് ആരൊക്കെയായിരിക്കും? ഒന്ന് അച്ഛൻ, അമ്മ, പിന്നെ പി കെ ചേട്ടൻ, പിന്നെ ബോബിരാജ് എന്ന് പറഞ്ഞൊരു സാറുണ്ട്. സാറുമാണ് മെയിനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു 4 പേര്. അപ്പോൾ ഇനി ഫ്യൂച്ചറായിട്ട് പഠിത്തമൊക്കെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ? ഇനിയും എക്സാംസ് എഴുതുന്നുണ്ടോ? അടുത്ത ഹയർ ആയിട്ടുള്ള KS പോലുള്ള എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പം ഇനി കല്യാണത്തിനെ കുറിച്ച് എല്ലാവരും ചോദിക്കുന്ന ക്ലീഷ ചോദ്യമാണ്, ജോലിയായില്ലേ? അതുണ്ടാവാറുണ്ട്. അത് ചോദ്യങ്ങൾ ഫേസ് ചെയ്യാറുണ്ട്. ജോലി കിട്ടുന്നതിന് മുമ്പ് ജോലി ആയില്ലേ എന്നുള്ള ചോദ്യമായിരുന്നു, ഇപ്പം കല്യാണം കഴിക്കുന്നില്ല എന്നുള്ള ചോദ്യമാണ്. അത് വരാറുണ്ട്. എന്താണ് അതിനുള്ള ഉത്തരം? സമയമാകുമ്പോൾ അതൊക്കെ നടന്നു പോകുന്നു. ഓക്കെ, ഇനി സർക്കാർ ജോലി എന്നൊരു സ്വപ്നവുമായിട്ട് ഒരുപാട് പേര്, എസ്പെഷ്യലി നമ്മുടെ കമന്റ് സെക്ഷനിൽ വന്നിട്ടുള്ള ഡൗട്ടാണ്, ബിഗിനേഴ്സ് ഒരുപാട് പേരുണ്ട്. ബിഗിനിങ് സ്റ്റേജിൽ തന്നെ, തുടക്കത്തിൽ തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെയാണ് ഒരു റാങ്ക് ഹോൾഡർ എന്ന രീതിയിൽ ഗൂഗിളിന് നൽകാനുള്ള അഡ്വൈസ് ഉള്ളത്? മെയിനായിട്ടുള്ള പറഞ്ഞത് കുറച്ച് ടൈം എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. ഇപ്പം നമ്മൾ ഇപ്പം എക്സാംസ് കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്നുണ്ടെങ്കിലും ഒരു ഓൾമോസ്റ്റ് ഒരു 1 ഇയർ അല്ലെങ്കിൽ 2 ഇയർ ഒക്കെ നമുക്ക് ഇതിന് വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടി വരും. ആ ഒരു ടൈമിൽ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരു കോൺഫിഡൻസ് വേണം. ചിലപ്പോൾ നമുക്ക് ഒരുപാട് സമയം ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുന്നു, ചിലപ്പം കിട്ടേണ്ട റിസൾട്ട് ചിലപ്പോൾ കിട്ടണമെന്നില്ല. പക്ഷെ നമ്മളപ്പോഴും നമ്മുടെ ഗോൾ ഇതാണെന്ന് നമ്മുടെ മുന്നിൽ ഉണ്ടായിട്ട് നമ്മൾ മുന്നോട്ട് പോകേണ്ടതാണ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫാക്ട്. ഞാനൊക്കെ ആണെങ്കിൽ ഒരു 3 കൊല്ലത്തിൽ കൂടുതൽ എടുത്തു ഒരു സർവീസിൽ റാങ്ക് ലിസ്റ്റിൽ വരാനും അത് കഴിഞ്ഞ് സർവീസിൽ കയറാൻ വേണ്ടിയും ഒരു ഓൾമോസ്റ്റ് ഒരു 3 ഇയേഴ്സിൻ്റെ ഒരു ടൈം എടുത്തു. അതിലേക്ക് എത്തിപ്പെടാൻ നമുക്ക് കുറച്ച് പേഷ്യൻസ് കീയാണ്. അങ്ങനെ ഉണ്ടെങ്കിലാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു PSCയുടെ ഒരു റാങ്ക് ലിസ്റ്റിലേക്ക് എത്താനും നമുക്ക് ഒരു ജോലി കിട്ടാനുമുള്ള ഒരു മെയിനായിട്ടുള്ളൊരു ഗോളിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റുന്നത്. സോ ഇത്രയും നേരം നമ്മളോടൊപ്പം വിശേഷങ്ങൾ വാചാലനായിട്ട് പങ്കുവെച്ച ഗോകുലിന് ഒത്തിരി നന്ദി. ഇനി ഫ്യൂച്ചറിലേക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു സോ മച്ച്. ഇന്ന് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എക്സാമിൽ 49ാം റാങ്ക് കരസ്ഥമാക്കിയ ഗോകുലാണ്. അപ്പോൾ അത്രയ്ക്ക് ഈസി ആയിരുന്നില്ല അല്ലേ? പലപ്പോഴും ഫെയിലേഴ്സിനെ നേരിട്ടിട്ടുണ്ട്. പക്ഷേ അതിലൊന്നും പകച്ചു പോവാതെ കൺസിസ്റ്റൻ്റായി പഠിച്ചു. അദ്ദേഹത്തിൻ്റെ ഹാർഡ് വർക്കിൻ്റെ റിസൾട്ടാണ് ഇത്രയും മികച്ചൊരു അച്ചീവ്മെൻറ്റിൽ അദ്ദേഹത്തിന് എത്തിക്കാനായിട്ട് സഹായിച്ചത്. സോ ഇങ്ങനെ നല്ല റിസൾട്ട് നിങ്ങൾക്കും വേണമെങ്കിൽ നിങ്ങൾക്കും PKPSC കോർണറിൻ്റെ ഭാഗമാകാം. നമ്മുടെ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലുള്ള അടിപൊളി സക്സസ് സ്റ്റോറീസ് ആയിട്ട് നമ്മൾ വരുമ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു അതിഥിയായി കാണുന്നത് വരേക്കും താങ്ക് യു. PKPSC Corner. Craft your future.